ഓരോ വിശുദ്ധ ബലിയർപ്പണത്തിലും ജീവിക്കുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യം നമുക്ക് തിരിച്ചറിയാനാകുന്നു. ക്രിസ്തുവിൻ്റെ ആ സാന്നിധ്യത്തിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ലോകത്തിൽ പലയിടങ്ങളിലായി നടക്കുന്ന ദിവ്യകാരുണ്യ അത്ഭുതങ്ങൾ. അതിൽ പലതും നമുക്ക് പരിചിതവുമാണ്. എന്നാൽ ലോകത്തിൽ ആദ്യമായി ദിവ്യകാരുണ്യ അത്ഭുതം നടന്നത് എന്നാണെന്നോ എങ്ങനെയാണെന്നോ പലർക്കും അറിയില്ല. അവിശ്വാസത്തിനുത്തരമെന്നോണം ദൈവം നൽകിയ ആദ്യത്തെ അടയാളവും മഹത്തായ അത്ഭുതവും സംഭവിച്ചത് AD 700-കളുടെ ആരംഭത്തിലായിരുന്നു. തെക്കൻ ഇറ്റലിയിലെ ലാൻസിയാനോ പട്ടണത്തിലെ വിശുദ്ധ ലെഗോൻഷ്യൻ്റെയും വിശുദ്ധ ഡൊമീഷ്യൻ്റെയും മധ്യസ്ഥതയിലുള്ള ഒരു ദേവാലയത്തിൽ പതിവ് പോലെ വിശുദ്ധ ബലിയർപ്പണം നടക്കുകയായിരുന്നു. വിശുദ്ധ കുർബാന മധ്യേ തിരുവോസ്തി വാഴ്ത്തുന്ന വേളയിൽ ബലിയർപ്പിച്ചുകൊണ്ടിരുന്ന ബസീലിയൻ സന്യാസ പുരോഹിതന് ഇത് യഥാർത്ഥത്തിൽ ക്രിസ്തുവിൻ്റെ ശരീരം തന്നെയാണോ എന്ന സംശയം ഉടലെടുത്തു. അവിശ്വാസത്തോടെ വൈദികൻ ബലിയർപ്പണം തുടർന്നു. ഇതെൻ്റെ ശരീരമാകുന്നു, ഇതെൻ്റെ രക്തമാകുന്നു എന്ന അഭിഷേക പ്രാർത്ഥനകൾ ചൊല്ലിയതിനു ശേഷം പിന്നീടുണ്ടായ കാഴ്ച ആ സാധു പുരോഹിതനെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചു. അപ്പം യഥാർത്ഥ മാംസകഷ്ണമായും വീഞ്ഞ് യഥാർത്ഥ രക്തവുമായി മാറി. ബലിയർപ്പണത്തിനായി സന്നിഹിതനായിരുന്ന ജനം ആ കാഴ്ച കണ്ട് അത്ഭുത സ്തബ്ധരായി. അവരെല്ലാം അഭിമാനവും ആഹ്ലാദവും കൊണ്ട് ആനന്ദ കണ്ണീർ പൊഴിച്ചു. പിന്നീട് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം കട്ടപിടിച്ച രക്തം വ്യത്യസ്ത ആകൃതിയിൽ 5 തുള്ളികളായി പിളർന്നിരിക്കുന്നതായി കാണപ്പെട്ടു. ക്രിസ്തുവിൻ്റെ പീഡാസഹനങ്ങളിലെ പഞ്ചക്ഷതങ്ങളെ അവ സൂചിപ്പിച്ചു. പിന്നീട് ധാരാളം സൂക്ഷ്മ പരിശോധനകൾക്കും ഗവേഷണങ്ങൾക്കും അത് വിധേയമായി. 15 മാസക്കാലത്തിൽ 500ഓളം വിവിധ പരിശോധനകളുടെ ഫലമായി ലാൻസിയോവിൽ നിന്നുള്ള രക്തത്തിൻ്റെയും ടൂറിനിലെ യേശുവിൻ്റെ തിരുക്കച്ചയുടെയും രക്തസാമ്പിളുകൾ ഒന്നാണെന്നും വിദഗ്ധ പരിശോധനയിൽ തെളിഞ്ഞു. മാംസം യഥാർത്ഥ മാംസവും രക്തം യഥാർത്ഥ രക്തവുമാണെന്നും അതിൽ യാതൊരുവിധ കൃത്രിമത്വവും കാണിച്ചിട്ടില്ല എന്നും രക്തം AB പോസിറ്റീവായിരുന്നെന്നും ശാസ്ത്രജ്ഞർ സാക്ഷ്യപ്പെടുത്തി. മനുഷ്യരക്തത്തിൽ കാണപ്പെടുന്ന ഫോസ്ഫറസ്, ക്ലോറൈഡുകൾ, മഗ്നീഷ്യം, സോഡിയം തുടങ്ങിയ ലവണങ്ങളുടെ സാന്നിധ്യവും പരിശോധനയിൽ തെളിഞ്ഞു. അൾത്താരയിൽ വാഴ്ത്തപ്പെടുന്ന അപ്പവും വീഞ്ഞും യഥാർത്ഥത്തിൽ ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമാണെന്ന് ചൂണ്ടിക്കാണിക്കുകയായിരുന്നു ലാൻസിയാനോവിലെ ദിവ്യകാരുണ്യ അത്ഭുതം. പ്രാകൃതവും അന്ധവിശ്വാസങ്ങളുമാണ് ക്രിസ്തീയ വിശ്വാസങ്ങൾ എന്ന് വാദിക്കുന്ന അവിശ്വാസികൾക്കുള്ള മറുപടിയാണ് ഓരോ ദിവ്യകാരുണ്യ അത്ഭുതവും. ഇതെല്ലാം തെറ്റാണെന്നും കെട്ടിച്ചമച്ചതാണെന്നും വാദിക്കുന്ന പലർക്കും ഇതിൻ്റെ ശാസ്ത്രീയ പരിശോധന ഫലങ്ങൾ പ്രത്യുത്തരങ്ങളാണ്. ലാൻസിയാനോവിലെ ഈ ദിവ്യകാരുണ്യ അത്ഭുതം ഇന്നും നിലനിൽക്കുന്നു.